സോ ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത് IPS PO റിസൾട്ട് വന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ നോക്കിയോ അതോ പേടി കാരണം വൈകിട്ട് വല്ലതാണോ? ഇല്ല 10 മണിക്ക് തന്നെ നോക്കി. അപ്പം തന്നെ നോക്കി. ഏകദേശം അറിയായിരുന്നു കിട്ടുമെന്ന് അറിയായിരുന്നു. കുറെ ഷുവർ ആയിരുന്നു. അറിയായിരുന്നു. ചെറിയ പേടി എപ്പോഴും ഉണ്ട്. ദൈവത്തിനൊക്കെ വിളിച്ച് നോക്കി. പക്ഷെ അതെ നോക്കിയപ്പോ ഉണ്ട്. ആ മാർക്കോ പേരോ ഒന്നും നോക്കാതെ താഴെ ആ ഒരു ബാങ്കിന്റെ അലോട്ട്മെന്റ് എഴുതുമല്ലോ, അങ്ങോട്ടേക്കാ നോക്കിയത്. ശരി. അപ്പോ അവിടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടപ്പോ സമാധാനമായി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ സെലക്ടഡ് ഇൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അതെ. ആദ്യം ആരോട് പറഞ്ഞു? ആദ്യം അമ്മ അടുത്ത് പറഞ്ഞു, അമ്മയാണ്. പിന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. വീട്ടിൽ നിന്നാണ് നോക്കിയത്? അതെ വീട്ടിൽ നിന്നാണ് നോക്കിയത്. പാരന്റ്സിന്റെ കൂടെ ഒരുമിച്ചിരുന്നിട്ടാണോ നോക്കിയത്? അല്ല ഒറ്റയ്ക്കിരുന്ന് നോക്കി. കിട്ടിയില്ലെങ്കിൽ പറയണ്ടല്ലോ, ഒരുമിച്ചിരുന്ന് പറയാമല്ലോ. അത് എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അതുകൊണ്ട് അപ്പുറത്ത് പോകുന്ന ടൈം നോക്കി ഞാൻ പെട്ടെന്ന് കയറി നോക്കി കൊണ്ട് അടിച്ച് യൂറിക്ക എന്ന് വിളിച്ചോണ്ട് ഓടിച്ചു. ഹായ് ഹലോ, എല്ലാവർക്കും വരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സക്സസ് സ്റ്റോറിയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ IPS PO ഏപ്രിൽ 1-നാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ അതിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മുടെ പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ ഓഫീസർ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് ക്ലിയർ ചെയ്ത് സെലക്ഷൻ ആയ രോഹിലാണ് കൂടെ ഉള്ളത്. അപ്പോൾ രോഹിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഹായ് രോഹിൽ. അപ്പോൾ രോഹിലിൻ്റെ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ താമസിക്കുന്നത് ശ്രീകാര്യത്താണ്. വീട്ടില് അച്ഛൻ അമ്മ ചേട്ടനുണ്ട്. ഓക്കെ. അച്ഛൻ LICയിലാണ് വർക്ക് ചെയ്യുന്നത്. ശരി. ഓക്കെ. പിന്നെ അമ്മ ഹോം മേക്കറാ. എന്നിട്ട് ചേട്ടൻ ഇപ്പോൾ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സദർലൻഡിൽ. ഓ ശരി. ഓക്കെ. സോ ഓൾറെഡി ആ ഫാദർ ഗവൺമെന്റ് സെക്ടറിലാണ്. അതെ. അപ്പോൾ എനിക്കൊന്ന് ഈ പറഞ്ഞ പോലെ രോഹിൽ പഠിച്ചത് എവിടെയാണ്? ഞാൻ പഠിച്ച CETയിൽ. CETയിലാണ്? നമ്മൾ CETയിൽ ഇവിടെ അവിടെ ഏതായിരുന്നു സബ്ജക്ട്? ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഓക്കെ. അപ്പോൾ സ്റ്റിൽ ആ ഒരു ഫീൽഡ് വിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ബാങ്കിലോട്ട് വരാൻ കാരണം എന്തായിരുന്നു? പണ്ട് തൊട്ടേ വീട്ടില് ഗവൺമെന്റ് ജോലിയുടെ സ്റ്റെബിലിറ്റി ആൻഡ് സേഫ്റ്റിയെ പറ്റിയൊക്കെ വളരെയാണ് നമ്മള്. അതെ, അതന്നെയാണ് പ്രചോദനം. അങ്ങനെ അതിലോട്ടും കയറി പിടിച്ചു. ഞാൻ ഫസ്റ്റ് SSCക്ക് വേണ്ടിയൊക്കെ ഒത്തിരി ട്രൈ ചെയ്തായിരുന്നു. ഓക്കെ. പിന്നെ എക്സാംസ് എഴുതാറായപ്പോഴത്തേക്ക് ബാങ്കിലേക്ക് ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ബാങ്ക് എഴുതിയത്. ബാങ്ക് ഈ പറഞ്ഞ പോലെ പൊതുവെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് അല്ലേ? എക്സാം വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണോ മോട്ടീവ് ആയത്? അതോ പിന്നെ ഇപ്പം SSC അല്ലാതെ SSC നോക്കുന്നുണ്ടോ? അതെ, SSC വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ബാങ്കാണ് കുറച്ചുകൂടി കിട്ടാൻ എളുപ്പം. ഓക്കെ. അപ്പോൾ അതുമാണ് ബാങ്ക് ചൂസ് ചെയ്യാൻ കാരണം. ഓക്കെ. സോ അപ്പോൾ ഇപ്പോൾ ഒരു ഓഫീസറായിട്ട് ഇരിക്കുവാണ്. സോ ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത് IPS PO റിസൾട്ട് വന്നു ഏപ്രിൽ 1-ന് എപ്പോഴാണ് നോക്കി? അപ്പോൾ വന്നപ്പോൾ തന്നെ നോക്കിയോ അതോ പേടി കാരണം വൈകിട്ട് വല്ലതാണോ? ഇല്ല 10 മണിക്ക് തന്നെ നോക്കി. അപ്പം തന്നെ നോക്കി. ഓക്കെ. ഏകദേശം അറിയായിരുന്നു കിട്ടുമെന്ന് അറിയായിരുന്നു. കുറെ ഷുവർ ആയിരുന്നു. അറിയായിരുന്നു. ചെറിയ പേടി എപ്പോഴും ഉണ്ട്. ദൈവത്തിനൊക്കെ വിളിച്ച് നോക്കി. പക്ഷെ അതെ നോക്കിയപ്പോ ഉണ്ട്. അപ്പൊ എന്തായിരുന്നു പോയിന്റ്? ഹാപ്പി ആയിരുന്നു. ഞാൻ നേരെ മാർക്കോ പേരോ ഒന്നും നോക്കാതെ താഴെ ആ ഒരു ബാങ്കിന്റെ അലോട്ട്മെന്റ് എഴുതുമല്ലോ, അങ്ങോട്ടേക്കാ നോക്കിയത്. ശരി. അപ്പോ അവിടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടപ്പോ സമാധാനമായി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ സെലക്ടഡ് ഇൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അതെ, സന്തോഷമായി. അപ്പൊ ആദ്യം ഈ സന്തോഷം വന്നപ്പോ പറഞ്ഞ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ആദ്യം നമുക്ക് ഓർമ്മയിൽ വന്നത് അല്ലെങ്കിൽ ഇത് നല്ലൊരു ഇത്രയും നല്ലൊരു ന്യൂസ് നമുക്ക് ആരോട് പറയണം? ആദ്യം ആരോട് പറഞ്ഞ? ആദ്യം അമ്മ അടുത്ത് പറഞ്ഞു. അമ്മയാണ്. പിന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. വീട്ടിൽ നിന്നാണ് നോക്കിയത്? അതെ വീട്ടിൽ നിന്നാണ് നോക്കിയത്. പാരന്റ്സിന്റെ കൂടെ ഒരുമിച്ചിരുന്നിട്ടാണോ നോക്കിയത്? അല്ല ഒറ്റയ്ക്കിരുന്ന് നോക്കി. കിട്ടിയില്ലെങ്കിൽ പറയണ്ടല്ലോ, ഒരുമിച്ചിരുന്ന് പറയാമല്ലോ. അത് എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അതുകൊണ്ട് അപ്പുറത്ത് പോകുന്ന ടൈം നോക്കി ഞാൻ പെട്ടെന്ന് കയറി നോക്കി കൊണ്ട് അടിച്ച് യൂറിക്ക എന്ന് വിളിച്ചോണ്ട് ഓടി. അങ്ങനെ അച്ഛനമ്മ അടുത്ത് പറഞ്ഞ രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. പിന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ കുറച്ച് കൂട്ടുകാരുടെ. ചേട്ടൻ ഇപ്പം ഇവിടെ വീട്ടിലുണ്ട്. ഓ ശരി. എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ഹാപ്പിയാന്ന്? എല്ലാവരും ഹാപ്പിയാണ്. അന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു. ഓക്കെ. അമ്മ എല്ലാവരും ഹാപ്പിയായി. ഓ നല്ലൊരു മൂമെന്റ് ആയിരുന്നു. ഓക്കെ. സോ എനിവേ, അപ്പം ഞാൻ ഈ അക്കാഡമിക്കിലോട്ട് വരുന്നില്ല. എങ്ങനെയാണ് പഠിച്ചത്, സ്ട്രാറ്റജി എന്താണെന്നൊക്കെ ഞാൻ ചോദിക്കാം. അതിന് മുന്നേ ഞാൻ ചോദിക്കണത്, രോഹിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു നിമിഷമായിരുന്നു വീട്ടിലൊക്കെ അല്ലേ അറിഞ്ഞപ്പോൾ? അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടെ, ഇപ്പോൾ ഒരു അച്ചീവറാണ്, ഓഫീസറാണ്, ബാങ്കിൽ കിട്ടാവുന്നതിൽ നല്ലൊരു പോസ്റ്റാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇനി വലിയ വലിയ പോസ്റ്റുകളെന്ന് പറഞ്ഞാൽ ഒരുപാടില്ല. അപ്പോൾ ശരിക്കും ഇനി പഠിക്കുന്നുണ്ടോ, പ്രിപ്പറേഷൻ ഉണ്ടോ? ഇനി ഏതെങ്കിലും ഡ്രീം പോസ്റ്റ് ഉണ്ടോ മനസ്സിൽ? ഇല്ല, ഞാൻ ആക്ച്വലി നിർത്തി ഗവൺമെന്റ് ജോബ് പ്രിപ്പറേഷൻ. വർഷങ്ങളായിട്ടുള്ള കാര്യം. ഇനി പഠിത്തമില്ല. ശരി. എന്നിട്ട് ബാക്കി എല്ലാരും കയറി പോട്ടെ, നമ്മൾ തന്നെ എഴുതിക്കൊണ്ടിരുന്ന എങ്ങനെ ശരിയാവും? ആ മനസ്സ് കാണണം നിങ്ങൾ എല്ലാവരും. എനിക്കൊന്ന് ഈ പറഞ്ഞ പോലെ PO കിട്ടിയതിന് ശേഷം IPS PO ഏപ്രിൽ 1-ന് റിസൾട്ട് വന്നു. അപ്പോൾ കിട്ടിയെന്ന് അറിഞ്ഞു. അതിനുശേഷം SBI ക്ലർക്കിന്റെ മെയിൻസ് ഉണ്ടായിരുന്നു. പക്ഷെ രോഹിൽ എഴുതാൻ പോയിട്ടില്ല. എന്തായിരുന്നു കാരണം?
അത് ലൈക്ക് അത് മെയിൻസ് ഒറ്റ എക്സാം അല്ലേ ഉള്ളൂ, പിന്നെ ഇന്റർവ്യൂ ഒന്നും ഇല്ല. പിന്നെ മെയിൻസിന് ഈ ഇത്തവണ SBI POയുടെ മെയിൻസിന് സെക്ഷൻ കട്ട് ഓഫ് ഉണ്ട്. പക്ഷെ SBI ക്ലർക്കിന് മെയിൻസിന് ഇല്ലായിരുന്നു. അന്നേരം നമ്മളിപ്പോ എഴുതാൻ പോയി കഴിഞ്ഞാൽ ഞാനാണ് റീസണിങ് മാത്സ് ഒക്കെ കുറെ ക്വസ്റ്റ്യൻ ചെയ്യും. അന്നേരം ഇപ്പോൾ GK ഞാൻ അത്ര അപ് ടു ഡേറ്റ് അല്ല, ഞാൻ POയ്ക്ക് ശേഷം അധികം പഠിച്ചിട്ടില്ല. അന്നേരം ഇൻ കേസ് അത് എഴുതാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരുടെയിലേക്ക് ചാൻസ് ഔട്ടായി പോകും. കിട്ടും, SBI ക്ലർക്ക് കിട്ടും അറിയാം. അതെ, ഓക്കെ. എന്തായാലും SBI ക്ലർക്ക് കിട്ടിയാലും ജോലി പോകാൻ പോകുന്നില്ല. ഇല്ല. അപ്പൊ എന്തായാലും അപ്പൊ എഴുതാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റ് വേറെ ഒരാൾക്ക് കിട്ടും. അതുകൊണ്ടാണ് എഴുതാത്തത്. ഓക്കെ. അപ്പോൾ അത്രയും വലിയ മനസ്സുള്ള ഒരാളാണ് രോഹിൽ. രോഹിൽ SBI ക്ലർക്ക് എഴുതിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ എഴുതി കഴിഞ്ഞാൽ കിട്ടും, അത് മറ്റൊരാളുടെ ചാൻസ് നഷ്ടപ്പെടും. അതുകൊണ്ട് രോഹിൽ എഴുതായിരുന്നു. ശരിക്കും പുള്ളിക്കാരൻ അത്രയും ക്യാപ്പബിൾ ഉള്ളതാണ്. എനിക്ക് നേരത്തെ അല്ലാതെ അറിയാവുന്നതാണ്. ഉറപ്പായിട്ട് എഴുതിയാൽ കിട്ടും, അതെനിക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് പുള്ളി എഴുതാത്തത് തന്നെ. അപ്പോൾ നല്ല കാര്യം. അടുത്ത് ചോദിക്കാനുള്ളത്, ഈ ബാങ്ക് ശരിക്കും പറഞ്ഞാൽ ബാങ്കിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റി എന്ന് അറിഞ്ഞിടത്ത് ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ ബാങ്ക് മാത്രമല്ല കേട്ടോ, ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ SSC സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഉണ്ട്, അതുപോലെ ബാങ്ക് ഉണ്ട്, റെയിൽവേ ഉണ്ട്, UPSC ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ലെവൽ PSCകളുണ്ട് ഒരുപാട്. അപ്പോൾ സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ ക്രാക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പം ബാങ്ക് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ശരിക്കും കണ്ടോണ്ടിരിക്കുന്നവർക്ക് ബാങ്കിലോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഈസി ആണോ ബാങ്ക് ക്രാക്ക് ചെയ്യാൻ? ക്രാക്ക് ചെയ്യാൻ ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ. ബാങ്ക് ഇപ്പോൾ ഒരു ഗവൺമെന്റിൽ കയറാനാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ലെവൽ എക്സാംസ് ഉണ്ട്, പിന്നെ ഈ വരുന്ന ഓഫീസർ ലെവൽ എക്സാംസിൽ SSC CGL ഉണ്ട്, ബാങ്ക് PO, RRB PO, IBPS PO, പിന്നെ ബാക്കി SBI PO ഒക്കെ നമുക്ക് അത്ര അതും പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല. എക്സാം ടഫ് ആയത് കാരണമേ. പിന്നെ ആണെങ്കിലും കിട്ടാൻ ചാൻസ് കൂടുതലാണ് അല്ലേ? അതെ, കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കാലിബ്രോണ്ടേ കിട്ടും. പിന്നെ ഇൻഷുറൻസ് ആണെങ്കിൽ എപ്പോഴും ഇത് നോട്ടിഫിക്കേഷൻ വരത്തില്ല. 2 വർഷത്തിലൊരിക്കലാണ് ഇൻഷുറൻസ് വിളിക്കുന്നത്. അതാ ഇപ്പൊ LIC തന്നെ കുറച്ച് വർഷം മുന്നേ എടുത്തത്. അന്നേരം നമുക്ക് തീർച്ചയായിട്ടും ശ്രമിച്ചാൽ കിട്ടുന്ന ഒരു സംഭവമാണ് IBPS PO. RRB POയും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ഈ കണ്ടോണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ജോലി വേണമെങ്കിൽ അത് ബാങ്ക് ചൂസ് ചെയ്യാം എന്നാണ് രോഹിത് പറഞ്ഞത്. അതെ, നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പതുക്കെ അക്കാഡമിക്കിലോട്ട് കിടക്കാം. അപ്പോൾ ഇങ്ങനെ ബാങ്ക് ചൂസ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും എന്ത് പഠിക്കണം, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എക്സാംസ് എന്തൊക്കെയാണുള്ളത് എന്ന് പറഞ്ഞിടാം. ഉറപ്പായിട്ടും ഈ പറഞ്ഞ IPS PO ആണെങ്കിലും എനിക്കൊന്ന് പ്രിലിമിനറി എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് മെയിൻസ് എക്സാമാണ്. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂടെ കഴിയുമ്പോഴാണ് നമുക്ക് എല്ലാ പ്രോസസ്സും കഴിയുന്നത്. ഒരു 3 സ്റ്റേജാണ്. അതുപോലെ പ്രിലിംസിൽ എനിക്കൊന്നു ഓൾ ഇന്ത്യ ലെവലിൽ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു, 49 സംതിങ് ഉണ്ടായിരുന്നല്ലോ. ഈ നോവലിൽ നല്ല മാർക്കുണ്ട്. കട്ട് ഓഫിനേക്കാൾ എത്രയും കൂടുതലുണ്ട്, 66 എന്തോ ഉണ്ടായിരുന്നു, 48 എന്തോ ആയിരുന്നു, 49 8 ആണ് കട്ട് ഓഫ്. രോഹിലിന് 66 മാർക്കുണ്ടായിരുന്നു. 48 കട്ട് ഓഫ് ഓൾ ഇന്ത്യ കൊടുക്കണമെങ്കിൽ അത്രയും കട്ടിയായിരുന്നു ആ എക്സാം. എന്നിട്ടും രോഹിലിന് 66 സംതിങ് മാർക്കുണ്ടായിരുന്നു. പിന്നെ മെയിൻസിൽ ഈ പറഞ്ഞ ഫിലിംസിൽ വരുവാണെങ്കിൽ പ്രിപ്പറേഷൻ ഞാൻ ചെറുതായിട്ട് ചോദിക്കാം. ഫിലിംസിൽ അത്യാവശ്യം മെയിൻസ് ചെയ്യാൻ വരുമ്പോൾ വളരെ എളുപ്പമാണ് അല്ലേ? അത് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് അല്ല. പക്ഷേ ആ സമയത്ത് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ പ്രിലിംസ് വരെ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? പ്രിലിംസ് വരെ നമ്മൾ ആക്ച്വലി ഇതിന്റെ ഒരു സംഭവം പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബേസ് സ്ട്രോങ് ആയിരിക്കണം. ഇപ്പോൾ മാത്സ് ആണേലും എന്താണേലും നമുക്ക് ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലത്തെ ഒരു ടോപ്പിക്കിൽ സാധാരണ ആൾക്കാർ എപ്പോഴും ഫസ്റ്റ് തന്നെ ഷോർട്ട് കട്ട് തപ്പിയാണ് പോകുന്നത്. നമുക്ക് ആ ഷോർട്ട് കട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ നടക്കുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അന്നേരം ഞാൻ ആക്ച്വലി ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പോയതേ ഇല്ല. ഞാൻ ആ കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കായിരുന്നു കുറേ നാള്. ലാസ്റ്റ് വളരെ കുറച്ച് നാൾ മാത്രമേ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുള്ളൂ. അന്നേരം അത് കാരണമാണ് പ്രിലിംസ് ഒക്കെ അത്രയും നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയത്. ബേസ് സ്ട്രോങ് ആയതുകൊണ്ട് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് നല്ലപോലെ സ്ട്രോങ് ആക്കിയിട്ടാണ് പിന്നീട് അങ്ങോട്ട് പഠിച്ചു തുടങ്ങാൻ അല്ലേ? ഉറപ്പായിട്ടും അതിൽ വലിയ ഒരു കാര്യമുണ്ട്. കാരണം ബേസ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഓരോ സബ്ജക്റ്റ് വരുമ്പോഴും നമുക്ക് പേടിയൊക്കെ വരും. അത് മാറി കിട്ടുന്നുള്ളതാണ്. അത്രയും കംഫർട്ടാവും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ ബേസിക്കലി ഈ പറഞ്ഞ പോലെ പ്രിലിമിനറി എക്സാം നോക്കുമ്പോൾ 3 സബ്ജക്റ്റാണുള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ മാത്സ്, റീസണിങ്, പിന്നെ ഇംഗ്ലീഷ്. അപ്പോൾ ഈ 3 സബ്ജക്റ്റും ഏറ്റവും ബേസിക്കലാണുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റിൽ നമുക്ക് മറ്റുള്ള എക്സാംസ് വെച്ച് അല്ലെങ്കിൽ കോമ്പറ്റീവ് എക്സാം വെച്ച് നോക്കുമ്പോൾ റീസണിങ്ങും ഈ പറഞ്ഞ മാത്സും ഒക്കെ എളുപ്പമാണെങ്കിൽ കൂടി കുറച്ച് കൂടുതൽ ഫോക്കസ് വേണ്ട ഒരു കാരണം പസിൽ അല്ലെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക്ക് വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് 5 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ കുറച്ച് അത്രയും ഫോക്കസ് ആയിട്ട് നമുക്ക് അത് ക്രാക്ക് ചെയ്താൽ മാത്രമേ 5 മാർക്ക് കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എഫേർട്ട് ഇട്ട് എങ്ങനെയാണ് ഈ പസിലൊക്കെ ആക്ച്വലി നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് പീരിയഡിൽ ഏറ്റവും ഈസിലി സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ പരിചയമുള്ള നമ്മുടെ ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം.
ഓക്കെ. ഇപ്പോൾ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഒരു ടേബിളിന് ചുറ്റും 8 പേര് ഇരിക്കുന്നുണ്ട്, കുറച്ച് പേര് അകത്തോട്ട് ഫേസ് ചെയ്യും, കുറച്ച് പേര് പുറത്തോട്ട് ഫേസ് ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ പെട്ടെന്നൊരു സർക്കിൾ വരച്ച് അത് നമുക്ക് ആ മാപ്പ് ചെയ്യാൻ പറ്റണം കറക്റ്റായിട്ട്. അങ്ങനെ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾ പുറത്തുള്ള ഒരു സിസ്റ്റം തപ്പി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ടഫായിരിക്കും. കാരണം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റം തന്നെ ആയിരിക്കും നമുക്ക് ഏറ്റവും സൂട്ടബിൾ. ഓക്കെ. നമുക്ക് ആദ്യം വേണമെങ്കിൽ ഒരു തുടക്കത്തിൽ ഒരു അപ്രോച്ച് ഒക്കെ വേണമെങ്കിൽ നോക്കി വെക്കാം. പക്ഷേ സ്റ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്വന്തമായിട്ടൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് എടുക്കണം എന്നാണ് പറയുന്നത്. അതെ, ഉറപ്പായിട്ടും. അത് നമ്മളിവിടെ എത്ര ദൂരം വേണമെങ്കിലും നമ്മളുണ്ടാവും, കാലം കഴിഞ്ഞാലും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഒരുപാട് കുട്ടികളുടെ വീക്ക്നെസ് ആണ്. കാരണം പ്രത്യേകിച്ച് സ്റ്റേറ്റ് ലെവലൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരുപാടുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് ഭയങ്കര വീക്കാണ്. എനിക്ക് തന്നെ ഒരുപാട് പേരെ പേഴ്സണലി അറിയാം. എല്ലാ സബ്ജക്റ്റും ഈ റീസണിങ് മാത്സ് ഒക്കെ നല്ലപോലെ ചെയ്യും, പക്ഷേ ഇംഗ്ലീഷ് ഭയങ്കര വീക്കാണ്. അപ്പോൾ ഇംഗ്ലീഷ് ആക്ച്വലി രോഹിത്തിന് നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. അറിയായിരുന്നു. സ്റ്റിൽ എങ്ങനെയായിരുന്നു ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്തത്? ഇംഗ്ലീഷ് ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഒരു ദിവസം ഇരുന്ന നൗൺ വെർബ് അങ്ങനെ പഠിച്ചെടുക്കാൻ പാടാണ്. പറ്റൂല, അത് നടക്കില്ല. നമുക്ക് ആ ലാംഗ്വേജിനോട് ഫെമിലിയർ ആവുക മാത്രമേ ചെയ്യാൻ പറ്റൂ. അതെ. പിന്നെ വൺസ് നമ്മൾ ആ ലാംഗ്വേജിനോട് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗ്രാമർ ആയാലും ഇഡിയംസ്, സിനോണിംസ് എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഈസിലി വരും. അത് ശരി. നമ്മൾ അതിന് ബുക്സ് വായിക്കുക, അങ്ങനെ ആ ലാംഗ്വേജിനോട് ഫെമിലിയർ ആവുക എന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് ലേണിംഗ് മെത്തേഡ്. മനസ്സിലായി, ഫെമിലിയർ ആകുക. അപ്പം ഈ പറഞ്ഞ ഇനി ഞാനൊരു ഉദാഹരണം പറയുവാണ്. ഓക്കെ. ഇപ്പോൾ വളരെ ലോ ലെവലിൽ സ്റ്റേറ്റ് ലെവലിൽ പഠിച്ച ഒരു കുട്ടിയുണ്ട്. ഇപ്പം ഇംഗ്ലീഷിൻ്റെ വളരെ ബേസിക് ആണ്. കാരണം വൊക്കാബിലിറ്റി അത്ര പൂറാണ്. ഗ്രാമർ ആണെങ്കിലും ഭയങ്കര ലോ ലെവലാണ്. അപ്പം അങ്ങനെ ഒരു കുട്ടി ഈ ഒരു സിസ്റ്റത്തിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു പേടി സ്വപ്നമാണ്. അപ്പം ആ കുട്ടിക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് അഡ്വൈസ് കൊടുക്കാവുക? ആ കുട്ടിയാണ് ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യാൻ എന്ത് അഡ്വൈസ് കൊടുക്കാം? ഞാൻ പറയുന്നത് നോവൽ വായിക്കുന്നത് വളരെ നല്ലൊരു മെത്തേഡാണ്. എന്നിട്ട് പക്ഷേ നമ്മൾ വെറുതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിക്കാനിരിക്കുന്ന പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സിനിമ കണ്ടുകൊണ്ടിരുന്ന നടക്കില്ല. അത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു കടലാണല്ലേ. അതെ, അങ്ങനെ ടൈം പോത്തേ ഉള്ളൂ. അന്നേരം നമ്മൾ ഒരു സ്ട്രിക്ട്ലി ഒരു അക്കാഡമിക് അപ്രോച്ച് ഉണ്ടല്ലോ, കുറെ ബുക്ക് എടുത്ത് അതിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും പിന്നെ ഈ ലാംഗ്വേജ് ലേണിംഗ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. അന്നേരമാണ് അത് സ്ട്രോങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പരിശ്രമം വേണം ലാംഗ്വേജ് ബിൽഡ് ആവണമെങ്കിൽ. ഉറപ്പായിട്ടും അതാണ്. അപ്പോൾ ഈ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ 2 പാർട്ടാണല്ലോ. ഒന്ന് ഒക്കാബിലിറ്റി, ഒന്ന് ഗ്രാമർ. ഈ ഒക്കാബിലിറ്റി എന്ന് പറയുന്നത് വേർഡിൻ്റെ മീനിങ് അറിയാന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ ഏത് ലാംഗ്വേജ് എടുത്താലും 10,000 വേർഡാണ്. മാത്രമല്ല ഓരോ ദിവസം പുതിയ വേർഡ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞാൽ പഠിച്ചു തീരാൻ ഒരു വഴിയില്ല. പിന്നെ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ സിലബസിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ വരുന്ന രീതിയിലുള്ള പാസേജസ് ഒക്കെ വായിച്ചിട്ട് അതുപോലെ വേർഡ്സ് ഡെയിലി നമ്മൾ അതിൻ്റെ മീനിങ് ഒരു ബുക്കിൽ വല്ലതും എഴുതി മാറ്റിവെച്ച് ഡെയിലി പഠിച്ചു പോവുക, റിവൈസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രയോജനം എന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ ഈ ബുക്സ് വായിക്കുമ്പോഴും ഇപ്പോൾ ന്യൂസ് പേപ്പർ എഡിറ്റോറിയലൊക്കെ വായിക്കുമ്പോഴും ഓരോ പുതിയ വേർഡ്സ് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ മീനിങ് നോക്കി വെച്ചിരുന്നാൽ മാത്രം മതി. നമ്മളല്ല സെപ്പറേറ്റ്ലി വൊക്കാബുലറിക്ക് വേണ്ടി ടൈം കളയണമെന്നില്ല. മനസ്സിലായി. വായിക്കുന്നതിൻ്റെ കൂടെ കിട്ടുന്ന വൊക്കാബുലറി നമ്മൾ എഴുതി വെച്ച് മാറ്റി വെച്ച് പഠിക്കുക. പിന്നെയും വായിക്കുമ്പോൾ ഒരുപാട് വൊക്കാബുലറി കിട്ടുന്നതാണ്. ഇതിൻ്റെ അത് റിവൈസ് ചെയ്യണം ഉറപ്പായിട്ടും. അതാണ് മെയിനായിട്ട്. ആ ടൈം GK പഠിക്കാൻ യൂസ് ചെയ്താൽ കുറെ കൂടി യൂസ്ഫുൾ ആയിരിക്കും. മനസ്സിലായി. അതെ. ഓക്കെ. അപ്പം ഇംഗ്ലീഷ് അങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ മാത്സും ഈ പറഞ്ഞ റീസണിങ്ങിലോട്ട് വരുവാണെങ്കിൽ ബേസിക് നല്ലപോലെ തറവാക്കിയിട്ട് വേണം പിന്നെ പ്രാക്ടീസ് സെഷൻസിലോട്ട് പോകാനാണ് പറയുന്നത്. ബേസിക് ഉറപ്പായിട്ടും എവിടെയെങ്കിലും കോച്ചിങ് പോയിട്ട് ആക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അറിയാവുന്ന ആൾക്കാർ പറയുമ്പോൾ കറക്റ്റ് ഗൈഡൻസ് തരാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് പോകാൻ പറ്റും. നമ്മൾ പലപ്പോഴും തനിയെ തപ്പി എടുക്കുമ്പോഴത്തേക്ക് അതൊരു പക്ഷേ എടുക്കുന്ന മെത്തേഡ് ശരിയാവണമെന്നില്ല, അല്ലെങ്കിൽ മെത്തേഡ് ശരിയായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി വൈകി പോവുകയും ചെയ്യാം. ഒരു മെന്റർ ഉള്ള വളരെ നല്ലതാണ്. അതെ, ഉറപ്പായിട്ടും ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ഇനി അടുത്ത് ഞാൻ പ്രിലിംസ് അത്യാവശ്യം കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ബാങ്ക് എക്സാംസ് എനിക്കും കുറച്ച് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രിലിംസ് ലെവൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയാണ്. പക്ഷെ അത് കഴിഞ്ഞ് മെയിൻസിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു ലെവൽ അങ്ങോട്ട് മാറുവാണ്. അതൊരു പേടിയാണ് പലർക്കും. അത് പേടിയെന്ന് പറയാൻ കാരണം ഈ IBPS PO തന്നെ അതിൻ്റെ മെയിൻസിൻ്റെ സ്കോർ 225 മാർക്കിന് 3.5 മണിക്കൂർ നടക്കുന്ന എക്സാമാണ് അല്ലേ? 225 മാർക്കാണ് അതിൻ്റെ ടോട്ടൽ മാർക്ക്. 3.5 മണിക്കൂർ എക്സാമാണ്. അതിൻ്റെ കട്ട് ഓഫ് എത്രയാണ് വന്നത്? 66.5 ആയിരുന്നു കട്ട് ഓഫ്. 66.25 കട്ട് ഓഫ്. അപ്പോൾ 225-ൽ 66 മാർക്ക് വാങ്ങിച്ചാൽ മാസ്സാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ 3.5 മണിക്കൂറിൽ 66 മാർക്ക് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അത്രയും കട്ടിയാണെന്നുള്ളതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അത്രയും ആ ഒരു ഡിഫിക്കൽട്ട് ലെവല് ഇത്രയും ഉണ്ടെന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ പറഞ്ഞ പ്രിപ്പറേഷൻ പ്രിലിംസ് വരെ ചെയ്ത അതൊരു എഫേർട്ട് ആയിരിക്കില്ല. ഉറപ്പായിട്ടും അതിൻ്റെ ഒരു നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ടാവും. എഫേർട്ട് നല്ല രീതിയിൽ ഇട്ടിട്ട് മാത്രമേ കയറാൻ പറ്റൂ. അതുപോലെ സ്ട്രാറ്റജിയിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ.
ഇപ്പം ഞാൻ ഓരോന്നായിട്ട് മെയിൻസിൻ്റെ കാര്യം ചോദിച്ചു വരാം. അല്ലെങ്കിൽ എനിക്കൊന്നു മെയിൻസിൽ ആകെ ഒരു വ്യത്യാസം വരുന്നത് പ്രിലിംസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടി വരും. 50 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് വരും. 6 മാസമുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ 8 മാസമൊക്കെ ആയിരിക്കും ചോദിക്കുക. അതിനകത്തുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറേ ബാങ്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ടാസ്കും അത് തന്നെയാണ്, കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ളത്. അപ്പം അത് രോഹിൽ എങ്ങനെയാണ് പഠിച്ചത്? കറണ്ട് അഫയേഴ്സ് ഞാൻ ഒത്തിരി യൂട്യൂബിൽ നിന്നും പഠിച്ചു, ടെലഗ്രാമിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽ എടുത്തു, ആൻഡ് റേസിൽ ഒരു മെറ്റീരിയൽ മാഗസീൻ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതിൽ ഒത്തിരി ഡേറ്റ ഉണ്ട്, ആവശ്യമുള്ള ഡേറ്റ ഒരു മന്ത് കംപ്ലീറ്റ് കിട്ടും. അതെ, ഒരു മാസം 20 തൊട്ട് അടുത്ത മാസം 20 വരെ കിട്ടും. അതാണ് ഫോളോ അപ്പ് ചെയ്തത്. അതെ, കൂടുതലും. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ GK പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വട്ടം വായിച്ചാൽ അത് നിൽക്കില്ല. കാരണം നമ്മൾ കൂടുതലും ബാങ്ക് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഈ പറഞ്ഞ കുറേ കണക്കുകളൊക്കെ ആയിരിക്കും, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത നമ്പറുകളൊക്കെ ആയിരിക്കും അല്ലേ. ഓരോ പ്രോജക്റ്റ്, സോളാർ പ്രോജക്റ്റ് തുടങ്ങി അതിന് 10,000 കോടി കൊടുത്തു, ആ നമ്പർ അതുപോലെ ചോദിക്കും ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കുക ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പോൾ ശരിക്കും നല്ല റിവിഷൻ വേണം. നല്ല റിവിഷൻ, റിപ്പീറ്റ് ആയിട്ട് റിവിഷൻ ചെയ്താൽ മാത്രമേ അവിടെ പോയിട്ട് പെർഫോം ചെയ്യൂ അല്ലേ. ഇത് ആക്ച്വലി മെയിൻസിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ മാത്സും റീസണിങ്ങും ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ പ്രിലിംസും ഈസി ആയിരിക്കും, മെയിൻസും ഈസി ആയിരിക്കും. നമുക്ക് പ്രിലിംസിലെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ഒരു ഇഷ്യൂ ആണ്, നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനാണ് പാട്. പക്ഷെ മെയിൻസിലെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ടൈം ശരിക്കും ആവശ്യത്തിന് സമയം എടുത്ത് അതൊക്കെ ചെയ്താൽ അന്നേരം നമുക്ക് അവിടെ മെയിൻസിന് വേണ്ടുന്നത് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റിയും സോൾവ് ചെയ്യാനുള്ള ധൈര്യവും. ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കരുത്. അതാണ് അത് ശരിയാണ്. അന്നേരം ആ ഒരു ബേസ് സ്ട്രോങ് ആണെങ്കിൽ പറ്റും ഉറപ്പായിട്ടും. എന്നിട്ട് അതേപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ആ പറഞ്ഞ ലാംഗ്വേജ് സൈഡ് സ്ട്രോങ് ആണ്, ഇംഗ്ലീഷ് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് 3 ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നല്ലൊരു എബോ ആവറേജ് ലെവലിൽ ആൻസർ ആയിട്ടുണ്ടെങ്കിൽ GK ഈ പറയുന്ന കണക്ക് അവർ എക്സാക്ട് പെർസെൻറ്റേജ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എക്സാക്ട് ക്രോർ ഇൻവെസ്റ്റ്മെന്റ് ചോയ്സ് നമുക്കത് ഇൻ കേസ് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇതുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എനിക്ക് ഇംഗ്ലീഷ് സ്ട്രോങ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. അതെ, ഓക്കെ, നല്ല കാര്യം. അപ്പോൾ ഈ പറഞ്ഞ ഓരോ ഇതായിട്ട് നോക്കി, ഈ പറഞ്ഞ മെയിൻസ് ഭയങ്കര കട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ എക്സാം ഹാളിൽ കയറുമ്പോൾ പലരും നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് എക്സാമിന് പോകുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് പേഴ്സണലി അറിയാവുന്ന ഒരു വീട്ടുണ്ട്. സ്റ്റിൽ ഇത്രയും പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് എഫോർട്ട് ഇട്ട് പോയിട്ടും അവിടെ പോയിട്ട് അറിയാവുന്ന കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ ഇതുപോലെ എക്സാം ഹാളിൽ കയറുമ്പോൾ നമുക്കും ചെറിയ പ്രശ്നങ്ങൾ, ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? അത് ആക്ച്വലി നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യണം ടെൻഷൻ കൊണ്ടൊരു യൂസ് ഇല്ല എന്നുള്ളത്. നമ്മള് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പാട്, ടെൻഷൻ കൊണ്ടൊരു യൂസ് ഇല്ല എന്നുള്ളത്. കാരണം ഒത്തിരി പേര് പഠിച്ച് പലരുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 3 വർഷം 4 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഇത്. എന്നിട്ടും നമ്മൾ പോകുമ്പോഴത്തേക്ക് അതൊരു ലൈഫ് ഓർ ഡെത്ത് സിറ്റുവേഷൻ പോലെ ഫീൽ ചെയ്യും. അന്നേരം ഭയങ്കരമായിട്ട് ടെൻഷൻ വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ടെൻഷൻ കൊണ്ടൊരു യൂസ് ഇല്ല എന്നുള്ളത്. എന്നിട്ട് അത് കൂളായിട്ട് അപ്രോച്ച് ചെയ്യുക, ആൻസർ ചെയ്യുക, ജസ്റ്റ് പോവുക, ഒരു മെഷീൻ പോലെ പോയി ആൻസർ റൈറ്റിംഗ് വരിക. ഇമോഷണൽ ആവരുത്. എക്സാം കഴിഞ്ഞിട്ട് ഇമോഷണൽ ആയിരിക്കും. അത് പിടിച്ച് അടക്കി വെക്കണമെന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, അത് കറക്റ്റാണ്. കാരണം ഈ പറഞ്ഞ അതുപോലെ പലരും എക്സാം പേടിച്ചിട്ടാണ് പോകുന്നത്. എക്സാം കട്ടിയാണ്, അല്ലെങ്കിൽ ഭയങ്കര പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എനിക്ക് പറ്റുമോ എന്നുള്ള തോട്ടുകൾ കയറ്റി പോകുന്നത്. ശരിക്കും അതിനേക്കാൾ ഉപരി നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സാം ഈസിയാണ്, ഇതെന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇല്ല, 2 മാർക്കാവില്ല. കാരണം എന്താ പറയാ, എക്സാം ഈസി ആയിരിക്കും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നതിൽ അർത്ഥമില്ല. മനസ്സിലായി. എക്സാം അല്ല, തെറ്റിപ്പോയില്ലേ, എക്സാം ടഫ് ആയിരിക്കും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നതിൽ അർത്ഥമില്ല. ആൻഡ് എക്സാം ഈസി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല. കാരണം നമുക്ക് ഉറപ്പാണ് IBPS PO മെയിൻസ് ടഫ് ആയിരിക്കും. അത് ടഫ് ആണെങ്കിൽ നമ്മൾ അത് ഫേസ് ചെയ്യണം, നമ്മളും ടഫ് ആയിരിക്കണം. മനസ്സിലായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയിട്ട് ഈ 66 മാർക്ക് അല്ലെങ്കിൽ 70 മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതാണ് ശരിക്കും. അതെ, പക്ഷെ അത് 3.5 മണിക്കൂറുണ്ട്. 3.5 മണിക്കൂറിൽ ഈ ഒരു മാർക്ക് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അവിടെ പോകുമ്പോൾ ഈ പറഞ്ഞ മാക്സിമം നമുക്ക് യൂസ് ആവുന്നത് സ്പീഡല്ല, ആക്യുറസി ആണ്. അതെ, അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറയാമോ? ആക്യുറസി നമുക്ക് ഇത് നോർമലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ആക്യുറസി ഇല്ലെങ്കിൽ ഒത്തിരി താഴെ പോകും. നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്കൊന്നും അല്ല. നോർമലൈസേഷൻ ഉണ്ട് അല്ലേ? അതെ,
കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് കണ്ടോണ്ടിരിക്കുന്ന ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. കാരണം ഒരു എക്സാം പല ഷിഫ്റ്റുകളിലായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ നല്ല അത്യാവശ്യം ഡിഫിക്കൽട്ടി ലെവലായിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇടുന്ന ഷിഫ്റ്റിൽ വരുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആക്യുറസി ഉണ്ടെങ്കിൽ കുറച്ചധികം മാർക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ നോർമലൈസേഷൻ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഒരുപാട് അടിക്കുവാണെങ്കിൽ നോർമലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്ക് കുറയാനും ചാൻസ് ഉണ്ട്. അതെ. അപ്പം അങ്ങനെ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഒരു കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ നോർമലൈസേഷൻ അല്ലേ. അപ്പോൾ ആ സമയത്ത് ഈ ആക്യുറസി കൂടിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നോർമലൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ മാർക്ക് കയറാൻ ചാൻസ് ഉണ്ട് അല്ലേ, ഉറപ്പായിട്ട്. അപ്പോൾ എനിക്കൊന്ന് ഈ IPS PO നമ്മൾ ഈ എക്സാം എഴുതിയപ്പോൾ സാറിന് അല്ലെങ്കിൽ രോഹിലിന് ഈ പറഞ്ഞ പോലെ ഏറ്റവും യൂസ്ഫുൾ ആയതും ആക്യുറസി തന്നെയായിരിക്കും. അതെ അതെ ആണ്. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഈ IPS PO നമ്മൾ പ്രിപ്പയർ ചെയ്തതിൻ്റെ കൂടെ എന്തെങ്കിലും അഡീഷണൽ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്ത് നന്നായി എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നോക്കാനാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സൈഡിൽ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്ത റൈറ്റിംഗ് സ്കിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? എനിക്ക് 25-ൽ 19.5 ഉണ്ട്. 19.5 ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര എഴുതിയാലും 15 മാർക്കാണ് അവർ തരും. ആ ഒരു അവസ്ഥയിലാണ് സ്റ്റിൽ രോഗിൽ അത് ഒപ്പിച്ചെന്നുള്ളതാണ്. അതിന്റെ ഒരു ഒന്ന് പറയാമോ? ഞാൻ ആക്ച്വലി എഴുതിയ സമയത്ത് എനിക്ക് അറൌണ്ട് 100 വേർഡ്സ് ഞാൻ എഴുതിയില്ല. അത് ബിലോ ലിമിറ്റ് ആയിരുന്നു, വേർഡ് ലിമിറ്റില്ല. അന്നേരം അത് അത്രയും അവര് പറയുന്ന റിക്വയർമെന്റ് അത്ര എത്തിയില്ല. എന്നിട്ട് പോലും ഞാൻ എഴുതിയ സംഭവത്തിന്റെ ക്വാളിറ്റി കാരണമാണ് അവർ അത്രയും മാർക്ക് തന്നത്. 19.5. അതെ. അവർ മാക്സിമം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് യൂഷ്വലി അവര് വേർഡ് ലിമിറ്റ് മീറ്റ് ചെയ്യിക്കാനുള്ള പുറയുള്ള ഓട്ടത്തിൽ അവര് ഇതിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യും. അത് ശരി. ശരിക്കും ക്വാളിറ്റി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് വരും. അതെ. നമ്മളെ ക്വാണ്ടിറ്റി നോക്കാതെ ക്വാളിറ്റി ആയിട്ട് വേർഡ് യൂസ് ചെയ്ത് ചെയ്തു പോവാം. അപ്പോൾ ശരിക്കും ഒരു ഇപ്പം essay റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ് ആണ്. അപ്പം ശരിക്കും ക്വാളിറ്റി ആയിട്ട് നല്ല ഒക്കാബിലിറ്റി യൂസ് ചെയ്ത് കറക്റ്റ് സ്ട്രക്ചറിൽ അവർ ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ 19 പോയിന്റ് സംതിങ് മാർക്ക് കിട്ടിയത് അല്ലേ. വേർഡ് ലിമിറ്റ് മീറ്റ് ചെയ്യാതെ വരരുത്. അതെ, പറ്റുന്ന മാക്സിമം മീറ്റ് ചെയ്യുക. അതെ, വേർഡ് ലിമിറ്റ് മാക്സിമം മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റിൽ അതിലൊരു സ്ട്രാറ്റജി ആണെങ്കിൽ രോഗിൽ പറഞ്ഞത് എന്താ സ്ട്രാറ്റജി യൂസ് ചെയ്യുക? ഞാൻ ആക്ച്വലി നേരെ പോയി ഫസ്റ്റ് തന്നെ ലെറ്റർ റൈറ്റിംഗ് അങ്ങ് എഴുതി. നമ്മൾ ലെറ്റർ റൈറ്റിംഗ് ഒരു മെഷീൻ പോലെ എഴുതാൻ നമ്മൾ പ്രാക്ടീസ് വേണം. ആദ്യമേ പോയി നമ്മുടെ അഡ്രസ്സ് എല്ലാം എഴുതി സബ്ജക്റ്റ് എഴുതുക, ആൻഡ് നമ്മൾ താഴെ സിൻസിയർലി എന്ന് പറഞ്ഞ് ക്ലോസ് ഓഫ് ചെയ്യുക, എന്നിട്ട് ബോഡി ഫില്ല് ചെയ്യുക നമ്മൾ. പിന്നെ essay റൈറ്റിങ്ങിൻ്റെ സമയത്തും അതേപോലെ തന്നെ ഏത് ടോപ്പിക് വന്നാലും നമുക്കൊരു 50 വേർഡ്സിനുള്ള ഇൻട്രൊഡക്ഷൻ എഴുതാനുള്ള ഐഡിയ എന്തായാലും കാണും. അന്നേരം ആ ഇൻട്രൊഡക്ഷൻ എഴുതുക, ആൻഡ് ഇൻ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് കൺക്ലൂഷൻ അങ്ങ് എഴുതുക. എന്നിട്ട് വേണം നമ്മൾ ആ നടുക്കുള്ള ബോഡി പറ്റുന്ന മാക്സിമം ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ യൂഷ്വലി വേർഡ് ലിമിറ്റ് എത്തും സ്പീഡ് ഉണ്ടെങ്കിൽ. ഞാൻ ഒത്തിരി പ്രാക്ടീസ് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് essayൽ ആക്ച്വലി അത്രയും ഫില്ല് ചെയ്യാൻ പറ്റായിരുന്നു. വേർഡ് ലിമിറ്റ് കുറെ കൂടി പ്രാക്ടീസ് ചെയ്തേ പറ്റുമായിരുന്നു. ഓക്കെ. പക്ഷേ കറക്റ്റ് സ്ട്രക്ചർ ആയിരുന്നു, അതുകൊണ്ട് യൂസ് ചെയ്തത്, അതുകൊണ്ട് ഇത്രയും മാർക്ക് കിട്ടി. അതാണ്. ഓക്കെ. സോ ഇനിയും എന്തായാലും നമ്മൾ ഈ അക്കാഡമി പറയുന്ന സമയത്ത് പ്രിലിമിനറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലായി, മെയിൻസിലോട്ട് പോയപ്പോഴും മനസ്സിലായി. അത്യാവശ്യം ആക്യുറസിയോടെ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം മെയിൻസിലോട്ട് വരുമ്പോൾ. അതെ അല്ലേ. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്ത് ചോദിക്കുന്നത്, ഉറപ്പായിട്ടും ഈ ഒരു നല്ലൊരു ഓഫീസറായി റിസൾട്ട് വന്നു, വീട്ടുകാരൊക്കെ അറിയിച്ചു. അപ്പം ഇതല്ല എൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഈ ഒരു ഏജ് ലിമിറ്റിൽ നമുക്ക് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇത്രയും വർഷം 10ാം ക്ലാസ് വരെ പഠിക്കുന്നു, +2 വരെ പഠിക്കുന്നു, പിന്നെ കോളേജ് വരെ പഠിക്കുന്നു. കോളേജ് കഴിയുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ കോളേജ് കഴിഞ്ഞ ഉടനെ ഒരു ജോലിക്ക് കയറാം, നമുക്കൊന്ന് വരുമാനം അല്ലെങ്കിൽ ഇൻകം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് കോളേജിൽ പലരും പഠിക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി കയറാം എന്ന് നിൽക്കുന്ന സമയത്ത് ആ ഒരു ഡിസിഷൻ എടുക്കാതെ പിന്നെ കോമ്പറ്റീവ് എക്സാം നോക്കാം, ഒന്നുകൂടെ പഠിച്ചിട്ട് എക്സാം ക്രാക്ക് ചെയ്ത് കയറിയാൽ മതി എന്നൊരു മോട്ടീവ് വന്നത് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് LIC വർക്ക് ചെയ്തിരുന്ന അച്ഛൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നതാണ്. എന്തായാലും അത് നല്ലൊരു ചോയ്സ് ആണെന്ന് തോന്നിയിട്ടുണ്ട് അല്ലേ, ഉറപ്പായിട്ടും. ഓക്കെ. അപ്പോൾ പക്ഷേ ഈ ഒരു പിന്നെ കോമ്പറ്റീവ് എക്സാം പഠിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നം വരുന്നത് സപ്പോർട്ട് പലരുടെയും ഫാമിലിയിൽ കിട്ടാറില്ല. കാരണം അവൻ കോളേജ് വരെ പഠിച്ചു, ഇനിയെങ്കിലും ജോലിക്ക് പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പോഴും അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. അതിപ്പോൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഫാമിലിയിലാണെങ്കിലും ഈ പറഞ്ഞ നാട്ടുകാരാണെങ്കിലും എല്ലാവരും ഒരു വേറൊരു രീതിയിലാണ് കാണുന്നത്. അതെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് ആക്ച്വലി നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് സംഭവിക്കും, എങ്ങനെയാലും അത് അൺഅവോയ്ഡബിൾ ആണ്. നമ്മൾ അതിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അവിടെ നമുക്ക് ഏറ്റവും ഈസിലി മിനിമൈസ് ചെയ്യാന്ന് പറയുക അത് നമ്മൾ ഗ്രാജുവേഷൻ ടൈം തൊട്ടേ പഠിക്കുക. അതായത് ഇപ്പോൾ ഒരു 3 ഇയർ ഗ്രാജുവേഷൻ പീരീഡ് ആണെങ്കിൽ 1.5 2 ഇയേഴ്സ് തീരാറാകുമ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞാൽ ആ ഫൈനൽ ഇയർ മൊത്തം പഠിക്കുകയും ചെയ്യാം. യൂഷ്വലി ഫൈനൽ ഇയർ ഫുള്ള് പ്രോജക്ട്സ് ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി എക്സാംസ് ഒന്നും കാണില്ല,
ടൈം കിട്ടും പ്രിപ്പറേഷൻ. അന്നേരം ഫൈനൽ ഇയർ ഫുള്ള് പഠിച്ചിട്ട് പാസ്സായി കഴിഞ്ഞിട്ടും പിന്നെ അനദർ 6 months കിട്ടും. അപ്പോഴേക്കും നമുക്ക് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഫസ്റ്റ് ട്രൈ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതൊരു കാര്യം. കാരണം പല കുറച്ച് റൂറലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ അവയർനെസ് ഇല്ല. പല കുട്ടികളും ഇത് കഴിഞ്ഞിട്ട് ഒരു 25-26 വയസ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അറിയുന്നത്. അപ്പോഴാണ് വരുന്നത്. ഓക്കെ, അവയർനെസ് കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് പ്രിപ്പയർ ചെയ്താൽ എനിക്കൊന്ന് എത്ര ഒരു ടൈം പീരീഡ് സാർ രോഹിൽ പറയാമോ? ബാങ്ക് ക്ലിയർ ചെയ്യാൻ എത്ര പഠിക്കേണ്ടി വരും? ഒരു ടൈം നമ്മൾ ഫുള്ളി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ആൻഡ് റൂട്ട് കറക്റ്റ് ആണെങ്കിൽ 1 year തന്നെ എടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് മൈനർ ഇഷ്യൂസ് വരികയാണെങ്കിൽ 2 years ഒക്കെ 2 years ആവും. അതെ. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അക്കാഡമിക്ക് പറഞ്ഞ പോലെ രോഹിൽ പഠിച്ച കാര്യങ്ങളും സ്ട്രാറ്റജി ഒക്കെ പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് രോഹിലിൻ്റെ മെയിൻ സ്ട്രാറ്റജികൾ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് രോഹിൽ. പിന്നെ എനിക്കൊന്ന് മോക്ക് ടെസ്റ്റ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ മെയിൻസിന് അധികം മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല. മാക്സിമം കണ്ടന്റ് കൂട്ടാൻ നോക്കി. ഞാൻ ആക്ച്വലി എൻ്റെ നോളജ് ബേസ് തന്നെ കൂട്ടി. കാരണം നമ്മൾ ശരിക്കുള്ള മെയിൻസിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പീഡ് ചെയ്യാൻ ഇത് ഇറങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ സോൾവ് ചെയ്യാൻ കേപ്പബിൾ ആയാൽ മതി. ആൻഡ് എക്സാം ഹാളിൽ നമ്മൾ കാം ആൻഡ് കൂൾ ആണെങ്കിൽ ആൻഡ് സോൾവ് ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിൽ സ്പീഡ് നാച്ചുറലി വരും. അങ്ങനെയാണ് എനിക്ക് അറൌണ്ട് 16 marks എബോവ് കട്ട് ഓഫ് കിട്ടിയത്. 16 mark എബോവ് കട്ട് ഓഫ്. അതെ, നല്ലൊരു മാർക്കാണ്. കാരണം ആ ഒരു മാർക്ക് ഞാൻ എൻ്റെ ഓയിലിനെ വിളിച്ച സമയത്ത് പാസ്, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ IPS മെയിൻസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എന്നെ ഓയിൽ വിളിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇത്രയും മാർക്ക് 16 mark കട്ട് ഓഫിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോഴേ ഞാൻ കണ്ണടച്ച് പറഞ്ഞു, അപ്പോൾ ഉറപ്പാണ് രോഹിലെ കിട്ടും, ഇത് കിട്ടും ഉറപ്പാണ് ഞാനെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതൊക്കെ അതുപോലെ സംഭവിച്ചു. അതിൽ എനിക്കൊരു ചെറിയ സന്തോഷമുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ചോദിക്കേണ്ടത്, രോഹിൽ അടുത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഓഫീസറായി നിൽക്കുവാണ് തൊട്ടടുത്ത്. ഇനിപോലെ പെട്ടെന്ന് തന്നെ DVയും ജോയിനിങ് ഒക്കെ വരും. അപ്പോൾ ഇതോടെ ഈ പറയുന്ന പരിപാടി നിർത്തി ഇനി വേറെ ഒരു എക്സാം നോക്കുന്നുണ്ടെന്നാണോ? ഞാൻ ശരിക്കും ഒരു 1 year റെസ്റ്റ് എടുക്കും. ഒത്തിരി പഠിച്ചു, ഇനി ഒന്ന് ആസ്വദിക്കണം. അതെ, ഒരു 1 year റെസ്റ്റ് എടുത്തിട്ട് ഞാൻ പ്രോബ്ലി RBI ഗ്രേഡ് ബിക്ക് വേണ്ടി. നല്ല കാര്യം. അല്ലാതെ ബാങ്ക് ഒന്നും ഇനി നോക്കുന്നില്ല. ഇനിയെല്ലാം മുകളിലോട്ട്. RBI ഗ്രേഡ് ബി നല്ലൊരു പോസ്റ്റാണ് അല്ലേ? അതെ. ഏകദേശം മന്ത്ലി 2 ലക്ഷം അടുപ്പിച്ച് സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അതെ. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ നല്ല കാര്യം. പിന്നെ ഒരു കാര്യം ചോദിക്കേണ്ടത്, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഈ ബാങ്കിലോട്ട് വരാനിരിക്കുന്ന കുട്ടികളുണ്ട്, പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ. അപ്പോൾ അവരോട് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാറുള്ളത്? നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ റൂട്ട് ഡിസൈഡ് ചെയ്യുക. ആൻഡ് വൺസ് അതിലങ്ങ് ഫുള്ളി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അതങ്ങ് നേടുക. നമ്മളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് ഫുൾ ഫോഴ്സ് കൊടുത്ത് അച്ചീവ് ചെയ്യുന്നതിന് അതിൻ്റേതായ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. നമുക്കത് കിട്ടുമ്പോൾ അറിയാം നമ്മുടെ ഫുൾ എഫേർട്ട് കൊടുത്തിട്ടാണ് ഇത് കിട്ടിയെന്നുള്ളത്. ആൻഡ് നിങ്ങൾ എടുക്കുന്ന ഫുൾ ഫോഴ്സിലെടുക്കുന്ന ഹാർഡ് വർക്കിന് ബാങ്ക് ഇസ് ടോട്ടലി വർത്ത് ഇറ്റ് ശരിക്കും പറഞ്ഞാൽ. ആൻഡ് നിങ്ങൾ യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി നെഗറ്റീവ് വീഡിയോസ് കാണുമായിരിക്കും. ബാങ്ക് PO ഭയങ്കര സ്ട്രെസ്ഫുൾ ജോബ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്നത്തെ ഡേറ്റിൽ ഇന്ത്യയിലൊരു ഗവൺമെൻറ് ജോലി ഡയറക്റ്റ് ഓഫീസറായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ നല്ല വാല്യൂ ഉള്ളതാണ്. അന്നേരം അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത്രേ ഉള്ളൂ. അതാണ് പറയാനുള്ളത്. ഉറപ്പായിട്ട് ഈ പറഞ്ഞ എഫേർട്ട് നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ 7 മാസം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു PO ലെവലോട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട്. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, അപ്പോൾ രോഹിലിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ഇപ്പോൾ രോഹിൽ യൂസ് ചെയ്ത സ്ട്രാറ്റജിയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നു. ഇപ്പോൾ ഒരു ബാങ്ക് ഓഫീസറാണ്. അപ്പോൾ ഇതുപോലെ ബാങ്ക് ഓഫീസർ നിങ്ങൾക്കും ആവാം. അതിൻ്റെ ഒരുപാട് ടിപ്പുകളൊക്കെ രോഹിൽ തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും രോഹിൽ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട്. പിന്നെ ഒഫീഷ്യലായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ വരാന്ത റൈസ് ട്രിവാൻഡ്രത്ത് എല്ലാ വർഷവും ഒരു വർഷം വരുന്ന അച്ചീവേഴ്സ് ജോബ് കിട്ടുന്നവരെ ഒരുമിച്ച് വിളിച്ച് ഒരു വലിയൊരു സക്സസ് മീറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അടുത്ത മാസം മെയ് 10-നും ഈ ഒരു വലിയ സക്സസ് മീറ്റ് നടത്തുവാണ്. പാളയത്ത് AKE സെൻറ്ററിലാണ്. അപ്പം രോഹിലിൻ്റെ ഫാമിലി മൊത്തമായിട്ട് ഒഫീഷ്യലി അവിടെ വരണം. ഉറപ്പായിട്ട് വരണം. നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കും. ഉറപ്പായിട്ടും അത് എൻജോയ് ചെയ്യാൻ പറ്റും. ആ സ്റ്റേജിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ദാനവും മെഡലും ഒക്കെ വാങ്ങാൻ പറ്റും. ആ ഫാമിലിയോട് തന്നെ കയറിയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരോടും അത് തന്നെയാണ് പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും നമ്മൾ ഈ വരാന്ത ട്രിവാൻഡ്രത്ത് നടത്തുന്ന പോലെ വലിയൊരു സക്സസ് മീറ്റാണ്. ഏകദേശം 100-ൽ കൂടുതൽ അച്ചീവേഴ്സ് ഈ വർഷം മാത്രം ജോലി കിട്ടിയ എല്ലാവരെയും വിളിച്ചിട്ട് നടത്തുന്ന ഒരു വലിയൊരു ആദരവ് നടക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഈ വർഷവും നമ്മൾ ഈ പറഞ്ഞ മെയ് 10-ന് പാളയത്ത് AKE സെൻറ്ററിൽ വെച്ചാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ ഉറപ്പായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വരിക. എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുവാണ്. കാരണം വന്ന് കാണുമ്പോൾ ഒരുപാട് പേര് ഗവൺമെൻറ് ജോബൊക്കെ കിട്ടി പോകുന്നതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു ഡ്രീം വരും, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും സാധിക്കുന്ന അത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും നമ്മുടെ സക്സസ് മീറ്റ് വരിക. അടുത്തൊരു സക്സസ് സ്റ്റോറിയുമായിട്ട് പിന്നെയും കാണുന്നതാണ്. അതുവരെ ബൈ.